അങ്ങനെ നമ്മൾ ഏഴാറ്റുമുഖവും അതിരപ്പള്ളി വെള്ളച്ചാട്ടവും കണ്ടതിന് ശേഷം നമ്മൾ വാഴച്ചാലിലേക്കുള്ള റൂട്ടിലാണ്. വാഴച്ചാൽ പോകുന്ന വഴി നമുക്ക് റോഡ് സൈഡിൽ കാണാവുന്ന വെള്ളച്ചാട്ടമാണ് ചാർപ്പ വെള്ളച്ചാട്ടം. അങ്ങനെ നമ്മൾ വാഴച്ചാലിലെത്തിയിരിക്കുകയാണ്. വാഴച്ചാലിൽ നിന്ന് റോഡ് നേരെ പോകുന്നത് വാൽപ്പാറയിലേക്കാണ്. ഇതാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി. നമുക്ക് ഈ അതിരപ്പള്ളി വാട്ടർഫാൾസിലെടുത്ത ആ ഒരൊറ്റ ടിക്കറ്റ് മതി ഇവിടെയും പോകാൻ. ഇവിടെ നിന്ന് കുറച്ച് നടക്കാനുണ്ട് അകത്തേക്ക്. നടക്കുന്ന വഴി രണ്ട് സൈഡിലും പിള്ളേർക്ക് കളിക്കാനും കുറേ മരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇരിക്കാനായി ഒരുപാട് സ്ഥലങ്ങൾ പിന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ നടന്ന ഒടുവിൽ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ താഴത്തെ ഭാഗത്തെത്തിയിരിക്കുന്നു. ഇവിടെ നിന്ന് നോക്കിയാൽ പാറയിലൂടെ ഫുള്ള് കവർ ചെയ്ത് പതഞ്ഞൊഴുകുന്ന വാഴച്ചാൽ വെള്ളച്ചാട്ടം കാണാൻ പറ്റും. വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ സൈഡിൽ കൂടെ ഒരു വാക്ക് വേ ഉണ്ട്. ഈ വഴിയിലൂടെ നടന്നാൽ നമുക്ക് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മോൾ ഭാഗത്തെത്താൻ പറ്റും. ഈ സൈഡ് വഴി നടക്കുമ്പോൾ നല്ല വ്യൂ ഉണ്ട്. സൈഡിൽ കൂടെ നിറച്ച മരങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട്. നല്ല തണലാണ് ഇവിടെ. നടക്കാൻ നല്ല രസമാണ് ഇവിടെ നടക്കാനായിട്ട്. നടന്ന് നമ്മൾ വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ മുകൾ ഭാഗത്തെത്തി. ഇവിടെ നിന്നാണ് വെള്ളം പതഞ്ഞ് താഴത്തേക്ക് ഒഴുകി പോകുന്നത്. പിന്നെയും അതിൻ്റെ മുകളിലേക്ക് നടക്കാൻ കുറേ ഏരിയ ഉണ്ട്. നമ്മൾ കുറേ ദൂരം നടന്ന് മുകളിലേക്ക്. അപ്പോൾ ഇത് രണ്ടായി തിരിഞ്ഞ് മുകളിൽ നിന്ന് താഴത്തേക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഇവിടെ വന്ന അടിപൊളി വ്യൂ ആണ്. ഇവിടം വരെയാണ് ഈ വാക്ക് വേ ഉള്ളൂ. ഇത് കഴിഞ്ഞ പിന്നെ മെയിൻ റോഡിലേക്കാണ് ചെന്ന് തീരുന്നത്. വാഴച്ചാൽ കണ്ടതിന് ശേഷം നമ്മൾ തിരിച്ചുള്ള യാത്രയിലാണ്. തിരിച്ച് നമ്മൾ മെയിൻ ഗേറ്റിലേക്ക് നടക്കുകയാണ്. തിരിച്ച് പോരുന്ന വഴി ബോർഡ് കണ്ട് കുറച്ച് നേരം അവിടെ നിന്ന് ഒരു ആനേനെ കണ്ടെങ്കിലെന്ന് ആഗ്രഹിച്ചു. സ്ഥിരം ഈ റൂട്ട് പോകുമ്പോൾ ഇവിടെ ആനേനെ കാണാറുള്ളതാണ് ഈ പ്രദേശങ്ങളിൽ. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ വഴിയിൽ കുറേ നേരം കഴിഞ്ഞ് യാത്ര ചെയ്തപ്പോൾ അവിടെ ഒരു ആനേനെ കാണാൻ പറ്റി. അത് ഏഴാറ്റുമുഖം ഗണപതി എന്നറിയപ്പെടുന്ന ഒരു കൊമ്പനാനയാണ്. പുള്ളി അങ്ങനെ കാടിൻ്റെ അകത്താണ് നിൽക്കുന്നത്. അവിടെ നമുക്ക് ദൂരെ നിന്ന് പുള്ളിനെ കാണാനേ പറ്റുള്ളൂ. നമ്മൾ കുറച്ച് നേരം അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. പുള്ളി എങ്ങനെ റോഡിലേക്ക് കയറി വരാണെങ്കിൽ അടുത്തൊന്ന് കാണാമല്ലോ എന്ന് വിചാരിച്ചു. നമ്മൾ ആഗ്രഹിച്ച പോലെ തന്നെ പുള്ളി കുറേ നേരം കഴിഞ്ഞപ്പോൾ മെയിൻ റോഡിലേക്ക് കയറി. പിന്നെ കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മുടെ വണ്ടിയുടെ പുറകെ പുള്ളി വരുന്നത് കണ്ടു. അപ്പോൾ പിന്നെ നമുക്ക് തോന്നും അവിടെ നിൽക്കുന്നത് പന്തിയല്ല എന്ന് തോന്നിയിട്ട് നമ്മൾ വേഗത്തിൽ അവിടെ നിന്ന് വണ്ടിയിലെടുത്ത് പോകുന്നു. ഇതെല്ലാം കണ്ട ശേഷം സന്ധ്യയോട് കൂടി ഞങ്ങൾ വീട്ടിൽ തിരിച്ചെത്തി.